ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ടെറസ് കിച്ചണിൽ ഞാൻ വന്നിരിക്കുവാണ്. പക്ഷേ ഇന്ന് ഞാൻ കുക്കിംഗ് പരിപാടിയായിട്ടല്ല വന്നിരിക്കുന്നത്. അതായത് ഈ അടുത്ത് കുറേ യാത്രകളുണ്ടായിരുന്നു. ഇനി വീണ്ടും കുറേ യാത്രകൾ വരുന്നുണ്ട് ഇൻ ബിറ്റ്വീൻ. അപ്പോൾ ഇടയ്ക്കൊക്കെ തിരുവനന്തപുരം ടച്ച് ചെയ്തിട്ട് തന്നെയാണ് ഓരോ സ്ഥലത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ നാട്ടിലുള്ള സമയത്ത് കുറച്ച് വീഡിയോസ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് വീണ്ടും യാത്ര ചെയ്യുമ്പോൾ കുറച്ച് വീഡിയോസ് ചെയ്യുന്നു, അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് വരും ആ ടൈമിങ്ങിൽ, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പ്രധാന കാര്യമാണ്. അതായത് നമുക്ക് ഇഷ്ടംപോലെ പാത്രങ്ങൾ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങാറുണ്ട്, അല്ലാതെ നമുക്ക് കിട്ടാറുണ്ട്, ഗിഫ്റ്റായിട്ട് കിട്ടാറുണ്ട്. അതിൽ നല്ല പാത്രങ്ങൾ ആണ് എപ്പോഴും ഞാൻ ചൂസ് ചെയ്യുന്നത്. പിന്നെ എത്ര പാത്രം കിട്ടിയാലും മതിയാവുന്ന ഒരാളല്ല ഞാൻ. എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവിടെ കാണുന്ന നല്ല പാത്രങ്ങൾ വാങ്ങാറുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു ഒരു ലോഡ് പാത്രം എന്ന് തന്നെ പറയാം, ഒരു വലിയ ബോക്സ് ഓഫ് പാത്രം എനിക്ക് ഗിഫ്റ്റായിട്ട്, പാത്രം മീൻസ് പാത്രങ്ങൾ എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് യുടെൻസിൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ആണ്, ഒരു ബ്രാൻഡാണ്. അപ്പോൾ എനിക്ക് കുറേ അയച്ചു തന്നു. ഇത് കിട്ടിയിട്ട് തന്നെ കുറച്ച് ദിവസമായി. സത്യം പറഞ്ഞാൽ ഇത് ഓൾമോസ്റ്റ് 1 month ബാക്കാണ് എൻ്റെ കയ്യിൽ ഇത് വരുന്നത്. പക്ഷേ എനിക്കതൊരു അൺബോക്സ് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. അൺബോക്സ് ചെയ്താലല്ലേ അത് കാണാൻ പറ്റുള്ളൂ, കണ്ടിട്ടല്ലേ അതിൽ കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കുക്ക് ചെയ്യാനുള്ള സമയമൊന്നും ആ ഒരു സമയത്ത് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ കുക്കിംഗ് ഇപ്പോൾ നടക്കുമെന്ന് അറിയില്ല, പക്ഷേ അൺബോക്സ് ചെയ്ത് നമുക്കൊന്ന് കാണാം ഈ മനോഹരമായ പാത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ എൻ്റെ കാറ്റലോഗൊക്കെ നോക്കിയപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. നോക്കി എടുത്ത് മുകളിലേക്ക് വെക്കാൻ പറ്റില്ല, അത്ര ഹെവിയാണ്. ഇറ്റ്സ് എ ബിഗ് ബണ്ടിൽ. അപ്പോൾ താഴെ വെച്ചിട്ട് ഒന്ന് തുറക്കാം, എന്നിട്ട് ഞാൻ ഓരോ പാത്രമായിട്ട് മുകളിലേക്ക് എടുത്ത് വെക്കാം. ഓക്കെ, ഹാൻഡിൽ വിത്ത് കെയർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് വലിയ കൊറിയറായിട്ടാണ് വന്നത്. അപ്പോൾ ഇതൊരു ഷോപ്പിംഗ് വീഡിയോ പോലെ വിചാരിക്കൂ. ഞാൻ പൈസ കൊടുത്ത് മേടിച്ചല്ലാതെ മാത്രം എനിക്ക് ഷോപ്പ് ചെയ്യാനായിട്ട് പോകേണ്ടി വന്നില്ല, വീട്ടിലേക്ക് എത്തിച്ചു. അപ്പോൾ ഞാനത് തുറന്ന് നോക്കുമ്പോൾ നിങ്ങളുമായിട്ടും കൂടി ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമല്ലേ, പാത്രങ്ങൾ, പുതിയ പാത്രങ്ങൾ കാണുക, പുതിയ സാരീസ് കാണുക, ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്, എസ്പെഷ്യലി സ്ത്രീകൾ. ഓക്കെ, അപ്പോൾ സിസേഴ്സ് എടുത്തിട്ട് കട്ട് ചെയ്ത് തുടങ്ങാം. ഓക്കെ, തുറക്കാൻ പോകുന്നു. ഇതാണ് സംഗതികൾ. അയ്യോ, കൊള്ളാലോ. ഓൾ പേർപ്പസ് ഗ്രിഡിൽ പാൻ. ഇനി ഓരോന്നായിട്ടെടുത്ത് ഞാൻ മുകളിലേക്ക് വെക്കാൻ പോണു. ഇത് ഡൈ കാസ്റ്റഡ് ഇൻഫിനിറ്റി ഗ്രിഡിൽ പാൻ. ഓ മൈ ഗോഡ്, കുറെ ഉണ്ടല്ലോ. ഡൈ കാസ്റ്റഡ് നോൺ സ്റ്റിക് ബിരിയാണി പോട്ട് ഒരെണ്ണം. ഓൾ പർപ്പസ് ഫ്രൈ പാൻ ഉണ്ട്. ഇതെല്ലാം കടായി പാറ്റേൺ ആണ്. ഹെവി ബേസ് ഫോർ ഹീറ്റ് റിട്ടൻഷൻ, ഗ്യാസ് സ്റ്റവ്. ഓക്കെ, കടായി, നോൺ സ്റ്റിക് കടായി, ഡൈ കാസ്റ്റഡ്. അത് തന്നെ, കടായി തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും. ഉരുളി, ഓക്കെ, നോൺ സ്റ്റിക്ക് ഉരുളി, ഡൈ കാസ്റ്റിൻ്റെ, കൊള്ളാലോ. ഇതും കടായി, എനിക്കിവിടെ പല സൈസായിരിക്കണം. ഓക്കെ, ഇത് ഇനി ഒരു 3 എണ്ണം ഉണ്ട്. ഒരു ബിരിയാണി പോട്ട്, കടായി തന്നെ വേറെ 2 സൈസാണ്. അപ്പോൾ എല്ലാം മുകളിലേക്ക് എടുക്കാം. സോ എക്സൈറ്റഡ്. കാര്യം നമ്മുടെ കിച്ചൺ ഷോപ്പിംഗ് ആണിത്. അടുക്കളയിലേക്കുള്ള പുതിയ പാത്രങ്ങൾ. ആദ്യം നമുക്ക് ചെറുതിൽ നിന്ന് തന്നെ തുടങ്ങാം. നോൺ സ്റ്റിക്ക്, ഇതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ഓ അത് ശരി, ഓരോ ബോക്സിനകത്തും ഇങ്ങനെയാണത് വരുന്നത്. നൈസ്, ഒരു വെറൈറ്റി ആണല്ലോ. നോക്കിക്കോളൂ, ഞാൻ കാണിച്ചു തരാം. ഞാനും നിങ്ങളും ഒന്നിച്ച് തന്നെ കേട്ടോ കാണുന്നത്. സ്പാറ്റുല, സിലിക്കോണിൻ്റെ. ഓ കൊള്ളാലോ. ഹോട്ട്, നമുക്ക് പിടിക്കാനും വയ്ക്കാനും ഒക്കെ പറ്റുന്ന പിടിയാ. അതാ ഗ്ലാസ് ലിഡ്. ഒരു 2 തട്ടിലായിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. ഓക്കെ, ഇത് ഗ്ലാസ് ലിഡ് ഇരുന്ന കവറാ. നല്ല അത്യാവശ്യം നല്ല ഹെവിയാണ്, അടിക്ക് പിടിക്കൊന്നുമില്ല. അപ്പോൾ നല്ല ഹെവി ബോട്ടംഡ്. തുറക്കട്ടെ. നല്ല ക്യൂട്ട് കടായി. ഓക്കെ, ഇതൊരു ഫുൾ സെറ്റാണ് കേട്ടോ. സി, സ്മോൾ കടായി എല്ലാം വരുന്നുണ്ട്. അതിൻ്റെ കണ്ണാടി അടപ്പ്, ലിഡ്, സിലിക്കോൺ സ്പാറ്റുല, കൊള്ളാലോ. ഹോൾഡേഴ്സ്, നമ്മുടെ എന്താ പറയുക, ചൂട് ഹോട്ട് പാത്രം വയ്ക്കാനുള്ള, ഇതും കൂടി ചേർന്നാണ് വരുന്നത്. 12 months വാറണ്ടി, അങ്ങനെ വാറണ്ടി കാർഡും കൂടി ചേർന്ന് ഇൻക്ലൂസീവ് ആയിട്ട്. ഇതിൻ്റെ വില നോക്കട്ടെ, 1650 ഇൻക്ലൂസീവ് ഓഫ് ഓൾ ടാക്സസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഡൈ കാസ്റ്റഡ് ആണ്, അതുകൊണ്ട് തന്നെ നല്ല കട്ടിയുണ്ട്. പിന്നെ ഇതിൽ ഞാൻ അവരുമായിട്ട് വിളിച്ച് സംസാരിച്ചിരുന്നു. എനിക്കിതിൽ അവരെന്നെ വിളിച്ചിട്ട് ആണല്ലോ ഇത് അയച്ചു തന്നത്. ഇതിൽ 3 ലെയർ കോട്ടിംഗ് ഉണ്ടെന്നാണ് പറയുന്നത്. അതും ഫുഡ് ഗ്രേഡ് അനുസരിച്ചിട്ടുള്ള കോട്ടിംഗ് ആണ്.
പിന്നെ അതുപോലെ ഹാൻഡ് മെയ്ഡ് ആണ്, നോൺ സ്റ്റിക്ക് ആണ്, റസ്റ്റ് പ്രൂഫ് ആണ്, തുരുമ്പെടുക്കില്ല. ഗ്യാസ് സ്റ്റൗ കമ്പാറ്റബിൾ, ഹെവി ബേസ് ഇരിക്കുന്നത് ഹീറ്റ് റിട്ടൻഷൻ ആണ്. നമ്മുടെ ഇരുമ്പിൻ്റെ ചീൻചട്ടിയൊക്കെ പോലെ തന്നെ നല്ല ഹെവിയാണിത്. അപ്പോൾ അടിക്കുന്ന നല്ല ചൂട് ആയിക്കഴിഞ്ഞാൽ നന്നായിട്ട് ചൂട് റീറ്റെയിൻ ചെയ്യുമെന്നാണ് പറയുന്നത്. നമ്മളിത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റ് മനസ്സിലാവും. മെയ്ഡ് ഇൻ ഇന്ത്യ, ISO സർട്ടിഫിക്കറ്റ് ഉണ്ട്. കുറച്ച് റിവ്യൂസും കൂടി ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. ഗ്രേറ്റ് റീപ്ലേസ്മെൻറ്റ് ഫോർ വുഡൻ സ്പാറ്റുലാസ്, എക്സലൻറ്റ് ക്വാളിറ്റി. ഈ സിലിക്കോൺ സ്പാറ്റുലാസ് ഈസ് എ മസ്റ്റ് ഹാവ് ഇഫ് യു ലവ് കുക്കിംഗ് എന്നാണ് പറഞ്ഞത്. ഇവരുടെ യുട്ടൻസലിൻ്റെ സിലിക്കോൺ സ്പാറ്റുല അത്ര ഗംഭീരം എന്നാണ് ആരാണ്ട് കമൻ്റ് ഇട്ടേക്കുന്നത്. പിന്നെന്താ, സൂപ്പർ പ്രോഡക്റ്റ്, റിയലി ഈസി ടു യൂസ് ആൻഡ് ക്ലീൻ, ഗ്രേറ്റ് അഡീഷൻ ടു മൈ കിച്ചൺ. അടുത്ത ആൾ, എ ഗുഡ് 3 ലെയേർഡ് അറ്റ് ദിസ് പ്രൈസ് റേഞ്ച്, ആംപിൾ തിക്നെസ് ഫോർ ലോ ഫ്ലെയിം കുക്കിംഗ്. അതായത് ഇത് നല്ല ചൂടായി കഴിഞ്ഞാൽ ചെറിയ തീ ഇട്ടാൽ മതി, അതിൻ്റെ ഹീറ്റ് റിട്ടൻഷൻ ഉള്ളതുകൊണ്ട് ആ ചെറിയ തീയിൽ കാണുന്നത്. അപ്പോൾ എന്താ പറയുക, ഫ്യൂവൽ ലാഭിക്കാം. ഈ വിലയ്ക്ക് ഇത് ഭയങ്കര ലാഭമെന്നാണ് പറയുന്നത്. യുട്ടൻസിൽ പ്രോഡക്ട്സ് ട്രൂലി ഡിസേർവ്സ് 5 stars. ഇത് ഓരോരുത്തരുടെ റിവ്യൂ ആണ് കേട്ടോ, അത് അവർ അതിൽ തന്നെ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഇത് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല, പക്ഷെ എനിക്ക് കണ്ടിട്ട് വളരെ ഇഷ്ടമായി. നല്ല ഹെവി ആൻഡ് ഗുഡ്. അപ്പോൾ നല്ലൊരു ഗിഫ്റ്റായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്, നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഒരെണ്ണം. ഇതിൻ്റെ തന്നെ പല സൈസിലുള്ളതാണ് ഇനി വന്നിരിക്കുന്നതെല്ലാം. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കട്ടെ, ഞാൻ രണ്ടാമത് കവറിനകത്ത് കയറ്റിക്കോളാം. ഓക്കെ, എല്ലാ ബോക്സിനകത്തും ഇതുപോലെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഈച്ച് ബോക്സ്, ഇത് രണ്ടും സൈസ് 1, സൈസ് 2 നോക്കട്ടെ. ഇത് സൈസ് 2 ആയിരുന്നു, ഇത് സൈസ് 1 ആണെന്നാണ് പറയുന്നത്. അതിനെക്കാട്ടിലും ചെറുതോ? നോക്കട്ടെ. ലെറ്റ് മീ സീ. നല്ല എക്സൈറ്റഡ് ആണ് ഞാൻ. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തരുന്നു. പുതിയ പാത്രം, പുതിയ ഡ്രസ്സ്, പുതിയ സാരി. ഐ ലൈക്ക് ഷോപ്പിംഗ്. ദിസ് ഈസ് എ ഡിഫറെൻറ്റ് കളർ. ഇതിപ്പോൾ ബ്ലാക്ക് ആണെങ്കിൽ ഇതിൻ്റെ കളർ മാറ്റമുണ്ട് കേട്ടോ. ഇതും ഇതുപോലെ തന്നെ അതെ ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ദിസ് ഇസ് ദ ഗ്ലാസ് ലിഡ്, ദിസ് ഇസ് ദ സ്പാറ്റുല. അത് ബ്ലൂ സ്പാറ്റുല, കുറച്ചുകൂടി ചെറിയ ചട്ടി. ഇതിൻ്റെ കളർ ബ്ലാക്ക് തന്നെയാണ്. ഞാൻ വിചാരിച്ചു അത് ഗ്രേ ആണ്. വ്യത്യാസമുണ്ട് കേട്ടോ കളർ. ഇത് നോക്കൂ, ഇത് ബ്രൗൺ, കോപ്പർ ബ്രൗൺ കാണുന്നുണ്ടല്ലോ ഈ ചട്ടിയുടെ. ഇതേ ബ്ലാക്ക് ആൻഡ് ഗ്രേ, ഒരു സിൽവർ ഗ്രേ കളർ ടോണിൽ. നോക്കി, ഇത് ഏറ്റവും ചെറുത്, ഇത് അതിൻ്റെ ചെറുത്, അതിൻ്റെ വലുത്. ഓ, അങ്ങനെയാണ് കാര്യങ്ങൾ. അതിനും ഉണ്ട് വാറണ്ടി കാർഡ്. വിത്ത് സ്പാറ്റുല. സൈസ് 5. അപ്പോൾ 1 ഉം 2 ആയി. സൈസ് 5 നോക്കട്ടെ. എൻ്റെ ആവശ്യമനുസരിച്ചിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ പല ആവശ്യങ്ങളുണ്ടല്ലോ, പല സൈസ്. സോ നൈസ്. എനിക്ക് നല്ല പാക്കിങ് കേട്ടോ, വെരി നൈസ് പാക്കിങ്. രണ്ട് ഇങ്ങനെ പാർട്ടിഷൻ വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. ഗ്ലാസ് ടോപ്പ്, ബിഗ് സ്പാറ്റുല, വാവ്, വലിയ ചീൻചട്ടി ഈ സൈസിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോക്കിയെടുക്കണമെങ്കിൽ സൈസ് 4, സൈസ് 5, ഇത് ഇനി അടുത്ത് ഇതിലും വലുതാണ്, സൈസ് 6. ഈ സൈസിൽ അതിന് വില 2750, 2750 ഇൻക്ലൂഡിങ് ദ സ്പാറ്റുല, ഗ്ലാസ് ലിഡ്, പിന്നെ ഇതിൻ്റെ ആ കോസെറ്റ് സെറ്റും എല്ലാം കൂടി. ഇതിൽ അങ്ങനെ വില ഓരോന്നിനും കുറഞ്ഞു വരുന്നു. ആ ചെറുതിന് സൈസ് 1ൻ്റെ വില 1375. ഓക്കെ, ഇത് 1375. ഇത് അതിൻ്റെ അടുത്ത സൈസിന് 1650. ഇത് 2750. പക്ഷെ നല്ല ലാഭമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നൈസ്, വെരി നൈസ്, വിത്ത് എ ഫുൾ സെറ്റ്. ഇനി ഇത് അതിൻ്റെയും വലുതാണ്, 6, നമ്പർ 6. വാവ്, നമ്പർ 6 again. എടുക്കട്ടെ. ഗ്ലാസ് ടോപ്പ്. ഓ നൈസ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. സ്പാറ്റുല, ബിഗർ സൈസ്. ഇത് സൈസ് 6 ആണ്. വലിയ ചിൻചട്ടി, എല്ലാം കടായിസ് ആണ്, കടായി പാറ്റേൺ. ഇത് അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഓ നൈസ്. ഇത് കോപ്പർ ഷെയ്ഡാണ്, നല്ല ഹെവി ബോട്ടംഡ്.
വാറണ്ടി കാർഡും ഉണ്ട്. ഇത് സിലിക്കോൺ പിടിയിൽ സിലിക്കോൺ വെച്ചിട്ടുണ്ട്, നമുക്കിങ്ങനെ തന്നെ ഹോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഏറ്റവും വലിയ സൈസാണല്ലോ, 6 എന്ന് പറയുമ്പോൾ നല്ല സൈസാണ്. 2950 ഇൻക്ലൂസീവ് ഓഫ് ഓൾ ടാക്സസ്. അപ്പം 3000-ന് 50 രൂപ കുറവ്, അത്രേ ഉള്ളൂ. അപ്പം അതായി. ഇത് വേറൊരു ഡിഫറെൻറ്റ് പാറ്റേൺ ആണ്. ഓൾ പർപ്പസ് ഫ്രൈ പാൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓൾ പർപ്പസ് ഫ്രൈ പാൻ. ഇതും ഡൈ കാസ്റ്റഡ് നോൺ സ്റ്റിക്ക് ഫ്രൈ പാൻ. ഒക്കെ കുറച്ച് ക്ഷമയൊക്കെ കുറവാണ് ഇങ്ങനത്തെ കാര്യത്തിൽ. യെസ്, ഈ ഷേപ്പാണ്. വാവ്, ഗംഭീരം. ഇങ്ങനത്തെ ഷേപ്പിലെ സ്പാറ്റുലയാണ്, കുറച്ച് കുഴിയുള്ളത്. എന്ത് ഭംഗിയുള്ള കളേഴ്സാണ്. റോസാപ്പൂവും ഗ്രേയും രണ്ടെണ്ണം ഉണ്ട്. ഒരു ബി വണ്ടും ഇതിൽ റോസാപ്പൂ. ഇതാണ് ഷേപ്പ്. ഇത് ഒരു കോപ്പർ കളറിലെ ബോട്ടമാണ്. ഇവരുടെ ബ്രാൻഡ് നെയിം യുടെൻസിൽ, UTNSL, ഇങ്ങനെയാണ് കാണുന്നത്. നൈസല്ലേ? നല്ല ഹെവി. അപ്പോൾ ഒന്നും അടുക്കി പിടിക്കില്ല. പിന്നെ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് കാണുമ്പോൾ തന്നെ അറിയാം. വെരി നൈസ്. ചില കാര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ച് നോക്കാതെ തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടും കാണുമ്പോൾ, അതിൻ്റെ ആ മെറ്റൽ. ഇതെനിക്കെന്തോ സ്പെഷ്യലായിട്ടൊരു അവരുടെ ലേറ്റസ്റ്റ് ഒരു സാധനം കൂടി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞൊരു കടായി. ദിസ് ഈസ് ഗ്ലേസ്ഡ് അലൂമിനിയം കടായി എന്നാണ് പറഞ്ഞത്. യെസ്, കറക്റ്റ്. ഒരു അലൂമിനിയം ഗ്ലേസ്ഡ് ആയിട്ടുള്ളൊരു അവരുടെ പുതിയ പ്രോഡക്റ്റാണ്. അതൊന്ന് നോക്കണേന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞു. യെസ്, നോക്കാലോ. ഇതിനും പക്ഷേ ഗ്ലാസ് ടോപ്പാണ്. ഭയങ്കര സൂക്ഷിച്ചാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ കുളമാക്കുന്നതല്ലാതെ പാക്കിങ്ങിന് ഒരു കുഴപ്പമില്ല. നീറ്റ്. ഇതവരുടെ പുതിയ പ്രോഡക്റ്റാണെന്ന് പറഞ്ഞേ. ഗ്ലേസ്ഡ് അലൂമിനിയം കടായി, നല്ല ഹെവി, നൈസ്. നോക്കിയേ, അടിപൊളി. ഗ്ലാസ് ലിഡുമായിട്ട്, എല്ലാം ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ലിഡ് തന്നെയാണ്. അൺബോക്സ് ചെയ്ത് കഴിച്ചിട്ടില്ല. ഇനി 1, 2, 3, 4, 5 കാര്യങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ 5, 6, 7, 8, 9, 10, 11 പീസസ്. ഓക്കെ. ഇത് അവരുടെ സിലിക്കോൺ ഓയിൽ ബ്രഷ്. ഇതെല്ലാം അവരുടെ വളരെ ഫേമസ് പ്രോഡക്റ്റ്സ് ആണെന്ന് തോന്നുന്നു. കാര്യം അവരുടെ സിലിക്കോൺ ബ്രഷിനെയൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാർ പറയുന്നുണ്ട്. ഹാഫ് സ്പാറ്റുല, ഹാഫ് സ്പാറ്റുല. ഇതിപ്പോൾ നമ്മളുടെ കയ്യിൽ തന്ന പോലെ തന്നെയാണ്. കുക്കിംഗ് സ്പൂൺ. ഓ നൈസ്. സിലിക്കോണിൻ്റെ തന്നെ ഇങ്ങനത്തെ സൂപ്പൊക്കെ നമുക്ക് ഇങ്ങനെ കോരാൻ പറ്റുന്ന ടൈപ്പ് കണ്ടില്ലേ? സിലിക്കോൺ ബിഗ് ലാഡൽ. ഇത് കുക്കിംഗ് സ്പൂൺ. ഇത് എക്സ്ട്രാ കിട്ടിയതാട്ടോ, 4 സാധനം എക്സ്ട്രാ. ഇത് ഗ്രിഡിൽ പാനാണ്, ഓൾ പർപ്പസ് ഗ്രിഡിൽ പാൻ, തവ പോലെ. ഗ്രിഡിൽ പാൻ, വാറണ്ടി കാർഡ്. അതിന് വേണ്ടിയിട്ടുള്ള ടേണേഴ്സ് പാറ്റുല. ഇപ്പം നമുക്ക് ദോശ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം. ഓൾ പർപ്പസ് ആണ്, ഓംലെറ്റ്, ദോശ എല്ലാം. അപ്പോൾ അങ്ങനത്തെ ചട്ടുകം പോലത്തെ ഷേപ്പിലെ ടേണേഴ്സ് പാറ്റുല. നൈസ്. നല്ല ഹെവി, എല്ലാം നല്ല ഹെവി. നോൺ സ്റ്റിക്ക് കോട്ടിംഗ് ഉള്ളതുകൊണ്ട് അടിക്ക് പിടിക്കുന്ന ഒരു പേടിയും വേണ്ട. അതേസമയം നമ്മൾ കാസ്റ്റ് അയൺ ടൈപ്പ് ഓഫ് ഇതാണ്, മനസ്സിലായില്ലേ? ആ ഒരു സ്ട്രക്ചറിങ് ടോട്ടലായിട്ട് ഒരു കാസ്റ്റ് അയണിൻ്റെ പോലത്തെ ഒരു ഫിനിഷിങ്ങും ആ ഒരു ടെക്സ്ചറും ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഇത് പക്ഷേ കാസ്റ്റ് അയൺ അല്ല, ഡൈ കാസ്റ്റഡ് ആണ്. ഡൈ കാസ്റ്റഡ് നോൺ സ്റ്റിക്ക് ആണ്. ആ ഒരു വ്യത്യാസമുണ്ട്. പക്ഷേ നമുക്ക് കാസ്റ്റ് അയണിൻ്റെ ഗുണം കിട്ടും. പിന്നെ ചില ഇരുമ്പിൻ്റെ പാത്രങ്ങൾ പെട്ടെന്ന് നമുക്ക് തുരുമ്പ് പിടിക്കും നമ്മൾ ഉപയോഗിക്കാണ്ടിരുന്നത്. ഇത് പക്ഷേ ആ പേടി വേണ്ട, റസ്റ്റ് ഫ്രീ. ഇത് ഗ്രിഡിൽ പാൻ. ഇത് അഗെയിൻ ഡൈ കാസ്റ്റഡ് ഇൻഫിനിറ്റി. അതുപോലത്തെ ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു കുഴിയുള്ള ടൈപ്പ് ദോശക്കല്ലാണല്ലോ. ഇങ്ങനെ എന്താ പറയുക, ദോശക്കല്ല് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എങ്കിലും ഇതിലും ഫിഷ് ഫ്രൈ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്ക് തവ ഗ്രില്ലൊക്കെ ചെയ്യില്ലേ, അതൊക്കെ ചെയ്യാം. ഗ്രിഡിൽ പാനാണ്, ഡൈ കാസ്റ്റ് ഇൻഫിനിറ്റി ഗ്രിഡിൽ പാൻ. നല്ല ഭാരം. It's heavy. It again comes with this
രണ്ടെണ്ണം. നല്ല ഒന്നാന്തരം ദോശക്കല്ല് കിട്ടി. അടിപൊളി മസാല ദോശ, ഗീ റോസ്റ്റ് എല്ലാം ഉണ്ടാക്കും. എനിക്ക് എളുപ്പമായി. അതേപോലത്തെ ഒരു ടേണർ സ്പാറ്റുല. ദിസ് ഇസ് ദ വാറണ്ടി കാർഡ്. 1 വർഷത്തെ വാറണ്ടിയാണ് എല്ലാത്തിനും പറയുന്നത്. അതിന് എൻ്റെ വില പറഞ്ഞില്ലല്ലോ. ഈ ഗ്രിഡിൽ പാനിൻ്റെ വില 2450, 2450. ഓക്കെ, യുട്ടൻസലിൻ്റെ. പിന്നെ ഇതിൻ്റെ വില 2750, 2750, ഇൻക്ലൂസീവ് ഓഫ് ഓൾ ടാക്സസ് ആണ്. 1 വർഷത്തെ വാറണ്ടി ഉണ്ട്. ഈ നമ്മുടെ ഓൾ പർപ്പസ് ഫ്രൈ പാനിൻ്റെ വില 2450, ഇൻക്ലൂസീവ് ഓഫ് ഓൾ ടാക്സസ്. ഇതാണത് 2450. പക്ഷേ ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ ഇതെല്ലാം ഈ 2450 ആണെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്, അതിൻ്റെ ഈ ഒരു കണ്ണാടി അടപ്പ് വിത്ത് സ്പാറ്റുല ഇതും കൂടി ചേർന്നാണ് വരുന്നത്. ഇത് സൈസ് നമ്പർ 3. ഞാൻ വിട്ടുപോയതാണ്. ഈ കടായിയുടെ തന്നെ, കടായി ആണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഷേപ്പ് കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട്. ഇതിലിപ്പോൾ 1 ഉണ്ട്, 2 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്. ഇതിപ്പോൾ 3 കൂടി വന്നു. അപ്പോൾ ഇല്ലാത്ത ഏതാ? 4 മാത്രമേ ഇല്ല, ബാക്കി എല്ലാം ആയിക്കഴിഞ്ഞു. 4 മാത്രം ഈ സീരീസിലൊരു മിസ്സിംഗ് ഉണ്ട്, അത്രേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. 4 എന്ന് പറയുമ്പോൾ ചെറിയൊരു ഡിഫറൻസും കൂടി വരും, അത്രേ ഉള്ളൂ. പല പല സൈസാണല്ലോ. സ്പാറ്റുല വന്നു, കണ്ണാടി അടപ്പ് വന്നു. ഇവിടെ ഇപ്പം സ്ഥലമില്ല, അതാണ് അടുത്ത പ്രശ്നം. ഈ അടുക്കളയുടെ ഒരു ഭാഗ്യമല്ലേ, ഒരു ലക്കുണ്ടല്ലേ ഈ അടുക്കളയ്ക്ക് ഇത്രയും പാത്രങ്ങൾ ഇങ്ങനെ കാണാൻ. ഗ്രേ ആണ് അതിൻ്റെ താഴ്ഭാഗം. യെസ്, സിൽവർ ഗ്രേ, ബ്യൂട്ടിഫുൾ, ഹെവി. ഇതിൻ്റെ കുക്കിംഗ് സ്പൂൺ കൂടെ വന്നിട്ടുണ്ട്. പ്രൈസ് 2150, 2150. നൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാമല്ലോ. നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച്, നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട്. നമുക്കിപ്പോൾ എന്തായാലും ഇതെല്ലാം ആവശ്യം വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. കുറച്ച് കൂടുതൽ ചിക്കൻ ഉണ്ടെങ്കിൽ ഇതിൽ വെക്കാം, അതിനെക്കാട്ടി കുറച്ച് ആയിട്ടുള്ളൊരു കറി ഇതിൽ വെക്കാം, കുറച്ചുകൂടി ചെറുത് ഇതിൽ വെക്കാം. ഇത് അത്യാവശ്യം താളിക്കാൻ എടുക്കാം വേണമെങ്കിൽ, 1 സൈസിൻ്റെ. പിന്നെ ഇതെല്ലാം വേറെ പല കാര്യങ്ങൾക്കും വഴറ്റാനൊക്കെ എടുക്കാം, ദോശ ഉണ്ടാക്കാൻ എടുക്കാം, ഗ്രിൽ ചെയ്യാൻ എടുക്കാം, എന്തെങ്കിലുമൊക്കെ അങ്ങനെ. ഇനി ബിരിയാണി പോട്ട് ഇസ് കമ്മിങ്. ഇതാണ് ബിരിയാണി പോട്ട്. ഷേപ്പ് എന്തായിരിക്കും നോക്കട്ടെ. ഗ്യാസ് സ്റ്റൗവിൽ ചെയ്യാം. 3 ലെയർ കോട്ടിങ്, നോൺ സ്റ്റിക്ക്. വാവ്, ഇത് കോപ്പർ ബ്രൗൺ ആണ് കേട്ടോ ഇതിൻ്റെ കളർ. അടിഭാഗം ബിഗ് അടപ്പ്. ലോങ് ഹാൻഡിൽ സ്പാറ്റുല. ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വലിയ നീളമുള്ള സ്പാറ്റുല വേണം, അതിനനുസരിച്ചിട്ടുള്ള സ്പാറ്റുല. അങ്ങനെ പുതിയ ബിരിയാണി പാത്രം റെഡി, നമുക്ക് കിട്ടിക്കഴിഞ്ഞു. യെസ്, അതിൻ്റെ കൂടെ വരുന്ന കാര്യങ്ങളും കളർ കണ്ടല്ലോ, കപ്പ്. നല്ല ടൈറ്റ് ഫിറ്റിംഗ് ആണ് അതിൻ്റെ ഇത് എന്താ പറയുക, അടപ്പ്. ഇതിൻ്റെ വില ദിസ് ഇസ് 4650, 4650. ഇറ്റ്സ് എ ബിഗ് വൺ. ഇത് എത്ര, ഏകദേശം ഒരു 1 കിലോ അല്ല, അതിൽ കൂടുതൽ. 1 കിലോ ചിക്കനും 1.5 കിലോ ചിക്കനും ഏതാണ്ടൊരു 1 കിലോ റൈസും, എനിക്കൊന്ന് 1 കോഴി 1 കിലോ റൈസിനും പറ്റിയതാണ്. ഒന്നിച്ച് ഇട്ട് വേവിക്കാൻ പറ്റും. സന്തോഷം തോന്നുന്നുണ്ടോ ഇതെല്ലാം കണ്ടിട്ട്? എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇത് നിങ്ങളെ കാണിച്ചു തരുമ്പോഴും ഒരു സന്തോഷമുണ്ട്, എനിക്ക് കാണാനും സന്തോഷം. ഇതാണ് ഉരുളിയുടെ ഷേപ്പിൽ വരുന്നത്, നോൺ സ്റ്റിക്ക് ഉരുളി. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്, ഈ പാത്രങ്ങളൊക്കെ. ഇങ്ങനത്തെ പാത്രം ഞാൻ കണ്ടിട്ടില്ല. നോൺ സ്റ്റിക്ക്, ഓക്കെ, കടായി ഷേപ്പൊക്കെ നമ്മൾ കാണുന്നതാണ്, പക്ഷേ ഇറ്റ്സ് ഡിഫറെൻറ്റ്. കണ്ണാടി അടപ്പും. ഇതൊരു വ്യത്യാസമാണല്ലോ കളർ വൈസ്. അതിൻ്റെ ലാഡൽ. എനിക്ക് കുറച്ച് കുക്കിംഗ് സ്പൂൺസ് സിലിക്കോൺ കുറവായിരുന്നു ഈ അടുത്ത കാലത്തായിട്ട്. ഇനി വാങ്ങണം എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ഇത് കിട്ടുന്നത്. കൊള്ളാം, നൈസ്.
ഇതാണ് ഉരുളി. ആ കൊള്ളാലോ, നല്ല ഉരുളിയായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഇനി പായസമൊക്കെ വെക്കാം, നോൺ വെജ് ബീഫ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ വെക്കാം. ഉരുളിയിൽ വെക്കാൻ പറ്റുന്ന എന്ത് കാര്യവും ഇതിൽ ചെയ്യാം. ഈവൻ തോരൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യാം, എനിത്തിങ്. ഉരുളി ഷേപ്പ്. ഓ വെരി നൈസ്. അടപ്പ്. ഓ നല്ല കോമ്പാക്റ്റ്, നല്ല ഹെവി ബോട്ടംഡ്, എല്ലാം നല്ല ഹെവി ബോട്ടംഡ് ആണ്. നോക്കിക്കോളൂ, നല്ല ഭാരമുണ്ട്. സാധാരണ ഒരു നോൺ സ്റ്റിക്ക് പാത്രം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഫ്ലിംസി ആയിരിക്കും. അതായത് പല ടൈപ്പ് ഓഫ് നോൺ സ്റ്റിക്ക് ഉണ്ട്, നല്ലതും ഉണ്ട് ചീത്തയുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പാത്രം ഉണ്ടല്ലോ, ഒരു മെറൂൺ കളറിലെ, നിങ്ങളെല്ലാവരും ചോദിക്കാറുണ്ട് ആ പാത്രത്തിനെ കുറിച്ച്. അതെനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. അതൊരു നോൺ സ്റ്റിക്ക് ആണ്. അതെനിക്ക് തോന്നുന്നു സംതിങ് സിമിലർ ആയിരിക്കണം. അത് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കയ്യിൽ വന്നതാണ്. അന്ന് അത് പ്രസ്റ്റീജിൻ്റെ ഒരു പാത്രമായിരുന്നു. ഇപ്പോൾ അവർ അങ്ങനത്തെ പ്രോഡക്റ്റ് ഇറക്കുന്നില്ല. ഇപ്പോൾ അത് ഞാൻ ഇങ്ങനെ എത്ര കാലം കൊണ്ടുപോകാൻ പറ്റും അത്ര കാലം ചീത്താക്കാണ്ട് കൊണ്ടുപോകാനാണ് നോക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊരു കളക്ഷൻ ഓഫ് പാത്രങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലുണ്ടാക്കി തുടങ്ങുമ്പോൾ എനിക്ക് മനസ്സിലായി തുടങ്ങും ഏതായിരിക്കും നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ. അതെൻ്റെ സ്ഥിരം പാത്രമായി മാറും, അത് ഉറപ്പാണ്. അപ്പോൾ എനിക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടാൽ പിന്നെ ഞാൻ അതിൻ്റെ പിന്നാലെയാണ്. അത് താഴെ വയ്ക്കില്ല, അത് തന്നെ കൊണ്ടു നടക്കും. അതാണ് എൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ റെഡി. അപ്പോൾ ഫുൾ സെറ്റ് ഇവിടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഏതൊരു പാത്രം വാങ്ങിയാലും ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ ബോക്സിനകത്തും ഒരു ഹോട്ട് പോട്ട് ഹോൾഡർ ഉണ്ടാകും. കാര്യം ഈ സിലിക്കോണിൻ്റെ ഒരു ചെറിയ കവറിങ് പിടിക്കുന്ന പാത്രം ഉണ്ടെങ്കിലും കുറച്ച് കൂടുതൽ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് കൂടുതൽ ഹെവി ആയിട്ട് സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇത് അങ്ങനെ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഹോട്ട് പോട്ട് ഹോൾഡറും കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ച് പൊക്കി വെക്കും. അതുകൊണ്ടാണ് എല്ലാത്തിനും ഇതുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് കൈക്കല തുണി എന്നൊക്കെ നമ്മൾ പറയില്ലേ അടുക്കളയിൽ, അതിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ കൂടെ തന്നെ വരും, ഇത് സൂക്ഷിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇത് എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏതൊരു പാത്രം വാങ്ങിച്ചാലും അതിനോടൊപ്പം ഒരു സിലിക്കോൺ സ്പാറ്റുല കിട്ടും, നല്ലൊരു ഗ്ലാസ് ലിഡ് കിട്ടും, പിന്നെ ഹോട്ട് പോട്ട് ഹോൾഡർ കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് ഞാനിപ്പോൾ അൺബോക്സ് ചെയ്തപ്പോൾ മനസ്സിലാക്കിയ കാര്യം. വിലയൊക്കെ വളരെ റീസണബിൾ ആയിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത് എവിടെ കിട്ടും, ഞാൻ അവരോട് ചോദിച്ചു. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് ഞാൻ ഫീഡ്ബാക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നല്ലതാണ്, കാണുമ്പോൾ തന്നെ അറിയാലോ, ഹെവിയാണ്. എപ്പോഴും ഹെവി ബോട്ടംഡ് പിന്നെ നോൺ സ്റ്റിക്ക് കോട്ടിങ്ങും കൂടെ ഉണ്ടെങ്കിൽ പേടിക്കുകയോ വേണ്ട. ഇത് ഫുഡ് ഗ്രേഡ് കോട്ടിംഗ് ആണെന്ന് സ്പെഷ്യലായിട്ട് പറഞ്ഞു. ഇതെല്ലാം ഒന്നും അത്രയും നല്ല 3 കോട്ടിംഗ് ഉള്ളതും നല്ല ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് തന്നെയാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഞാൻ എല്ലാ കാര്യങ്ങളും സംശയങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞു അവരോട് ഫോണിൽ. താങ്ക് യു ഫോർ സെൻഡിങ് മീ ദിസ് ലവ്ലി ഗിഫ്റ്റ്. നോ ഡൗട്ട് അബൌട്ട് ദിസ്, ഇറ്റ്സ് വെരി ലവ്ലി. എൻ്റെ ഇനിയുള്ള കുക്കിംഗ് ജേർണിയിൽ തീർച്ചയായിട്ടും നമ്മുടെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിന് ഈ പാത്രങ്ങളെല്ലാം കാണാൻ സാധിക്കട്ടെ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ചിലപ്പോൾ കുക്കിംഗ് ഇതിലായിരിക്കില്ല ചെയ്യണത്, മാറി ഒക്കെ ചെയ്ത് അത് ഭാവിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുക്കിംഗ് വീഡിയോസ് വരുമ്പോൾ. മാഞ്ചസ്റ്ററിലും ദുബായിലൊക്കെ പോയി അവിടെ നിന്നുള്ള കുക്കിംഗ് ഒക്കെ ആയിരിക്കും നിങ്ങൾ കാണാൻ പോണത് കുറച്ച് കഴിഞ്ഞിട്ട്. നമ്മുടെ ദുബായ് കിച്ചണിൽ നിന്നും അതുപോലെ മാഞ്ചസ്റ്റർ കിച്ചൺ. അപ്പോൾ ഈ പാത്രം കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, അപ്പോൾ അവിടുത്തെ പാത്രങ്ങൾ ചെയ്യും. തിരിച്ച് നാട്ടിൽ വന്നിട്ട് ചിലപ്പോൾ ഈ പാത്രങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ഓഫ് ചെയ്യും, അന്നേരം നിങ്ങൾക്ക് കാണാം. പിന്നെ ഇത് വാങ്ങണം എന്നുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ ഓൺലൈൻ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അതിൻ്റെ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഞാൻ അവരോട് ചോദിച്ചിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഫർദർ ഡീറ്റെയിൽസ്. പിന്നെ ട്രിവാൻഡ്രത്ത് താമസിക്കുന്നവർക്കാണെങ്കിൽ പോത്തീസിൽ ഇത് അവൈലബിൾ ആണ്. പിന്നെ MRT എന്ന് പറഞ്ഞൊരു കടയുണ്ട് ചാലയിൽ. അത് നല്ല, ഞാൻ ഇതിനു മുമ്പ് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് വ്ളോഗിൽ. ഞാൻ അവിടെ ഏറ്റവും ലാഭത്തിന് നല്ല പാത്രങ്ങൾ കിട്ടും, ഭയങ്കര കളക്ഷൻ ഉള്ളൊരു സ്ഥലമാണ് MRT. അപ്പോൾ MRTയിൽ ഇഷ്ടംപോലെ സ്റ്റീൽ പാത്രങ്ങളും അതും ഇതും എല്ലാം കിട്ടും അവിടെ. MRTയിൽ ഇവർക്ക് ഔട്ട്ലെറ്റ് ഉണ്ട്. അതിനകത്ത് ഇവരുടെ പാത്രം, ഈ യുട്ടൻസിലിൻ്റെ പാത്രം, ഈ ബ്രാൻഡിൻ്റെ പാത്രം അവിടെയുണ്ട്. പോത്തീസിലും ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ പോത്തീസ് എന്ന് പറയുമ്പോൾ കൊച്ചിയിലും ഉണ്ടല്ലോ പോത്തീസ് ഉള്ള സ്ഥലത്തൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ഞാൻ ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് പോയി ഷോപ്പ് ചെയ്യാതെ വീട്ടിൽ വന്ന ഷോപ്പിംഗ് മെറ്റീരിയലാണ് നമ്മുടെ അടുക്കളയ്ക്ക് വേണ്ടിയിട്ടുള്ള പാത്രങ്ങളെല്ലാം റെഡി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കട്ടെ. ഈ പാത്രങ്ങൾ കാണാൻ ഇഷ്ടമില്ലാത്ത സ്ത്രീകളില്ലല്ലോ. അപ്പോൾ ഇത് നമ്മുടെ LN വ്ളോഗ്സിൽ നിങ്ങൾക്ക് ഇനി ഭാവിയിൽ കാണാൻ സാധിക്കും ഈ പാത്രങ്ങളുടെ ഉപയോഗമില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ലിങ്ക് എല്ലാം ഞാൻ കൊടുത്തേക്കാട്ടോ, എൻ്റെ ബാക്കി കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു.